الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് തഖ്വയോടുകൂടെ ജീവിക്കണേ എന്ന് ആമുഖമായി എന്നോടും ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വാലിഹീങ്ങളായ മുത്തഖീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പ്രവാചക സ്നേഹം അതിൻ്റെ നേർരൂപം എന്താണ് എന്നുള്ളതാണ് കഴിഞ്ഞ ഖുതുബയിൽ പ്രമാണങ്ങൾ നിരത്തിക്കൊണ്ട് ഖുർആൻ വചനങ്ങളിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളിൽ നിന്നുമൊക്കെ നാം മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മോടൊപ്പം ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്ത പ്രവാചകനെ എപ്രകാരമാണ് സ്നേഹിക്കേണ്ടത് എന്നും ഹദീസുകളിലൂടെയും ആയത്തുകളിലൂടെയും സഞ്ചരിച്ചുകൊണ്ടും നാം മനസ്സിലാക്കുകയുണ്ടായി. തങ്ങൾക്ക് വലുതെന്ന് തോന്നുന്ന സർവത്തിനേക്കാളും പ്രവാചകനെ സ്നേഹിച്ച മഹാന്മാരായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ, അവരുടെ ചരിത്രങ്ങളിൽ ചിലതൊക്കെ നാം ഉദ്ധരിക്കുകയുണ്ടായി. ഇതൊക്കെയാണ് വസ്തുത എങ്കിലും ഇന്ന് നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ പ്രവാചക സ്നേഹം, ഞങ്ങൾ പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടും ഇതാണ് പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ടുമൊക്കെ പലരും
റബീഉൽ അവ്വൽ മാസം എത്തിയാൽ ആ മാസത്തെ ആഘോഷത്തിൻ്റെ മാസമാക്കിയും അത് നബി പിറന്ന മാസമാണ്, അതുകൊണ്ട് തന്നെ നബിദിനം ആഘോഷിക്കേണ്ടതുണ്ട്. പ്രവാചകനെ സ്നേഹിക്കുന്നവരൊക്കെ നബിദിനം ആഘോഷിക്കും. അങ്ങനെ ആ മാസത്തെ ആഘോഷത്തിൻ്റെ മാസമാക്കി ഘോഷയാത്രകൾ നടത്തി പള്ളികളൊക്കെ ദീപാലങ്കൃതമാക്കി ഇങ്ങനെ പല രൂപത്തിൽ ഉള്ള ആഘോഷങ്ങൾ നാം ഒക്കെ നമ്മുടെ ചുറ്റുപാടുകളിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ? കഴിഞ്ഞ ഖുതുബയിൽ നാം മനസ്സിലാക്കിയതുപോലെ ആ പ്രവാചക സ്നേഹം, പ്രവാചകനിൽ നിന്ന് പഠിച്ച പ്രവാചക സ്നേഹം ഈമാനിൻ്റെ പൂർത്തീകരണത്തിന് അനിവാര്യമാണ് എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിൽ നിന്ന് മനസ്സിലാക്കിയ മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം, അവർ പ്രവാചകനെ അങ്ങേയറ്റം സ്നേഹിച്ചു. തങ്ങളുടെ ജീവൻ കൊടുത്തും പ്രവാചകനെ അവർ സ്നേഹിച്ചു. ശത്രുക്കളുടെ വാൾത്തലപ്പുകൾക്ക് മുമ്പിൽ പ്രവാചകരെ അങ്ങയുടെ തല ഉയർത്തി നോക്കരുതേ, അങ്ങേക്ക് നേരെ വരുന്ന വാൾത്തലപ്പുകൾ, കുന്തമുനകൾ, അത് ഞാൻ എൻ്റെ ശരീരം കൊണ്ട് അതിന് തടയിടുമെന്ന് പറഞ്ഞ 70-ൽ പരം വെട്ടുകളുമായി, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും മുറിവുകളുമായി ഉഹുദിൻ്റെ രണാങ്കണം വിട്ട അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. എൻ്റെ പ്രവാചകൻ്റെ ശരീരത്തിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും എനിക്ക് സഹിക്കാൻ സാധിക്കില്ല എന്ന് മഹാനായ സെയ്ദ് റളിയല്ലാഹു അൻഹു ശത്രുക്കളുടെ മുഖത്തു നോക്കി പ്രതിവചിച്ചത് കഴുമരത്തിൻ്റെ ചുവട്ടിൽ നിൽച്ചാണ്. അത്രയേറെ ഇനിയും ചരിത്രത്തിലേക്ക് നമ്മൾ പരതിയാൽ പ്രവാചക സ്നേഹത്തിൻ്റെ അതുല്യമായ അനുപമമായ ഒട്ടനവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിച്ച സ്വഹാബത്തുൽ കിറാം, അവരുടെ ചരിത്രങ്ങൾ ഏത് രൂപത്തിൽ പരതിയാലും എവിടെയൊക്കെ നമ്മൾ വായിച്ചെടുത്താലും വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ നമ്മൾ ഏതൊക്കെ രൂപത്തിൽ വായിക്കാൻ ശ്രമിച്ചാലും പ്രവാചകൻ്റെ ഹദീസുകൾ എവിടെയൊക്കെ നമ്മൾ പരതി നോക്കിയാലും ആ സ്വഹാബത്ത് ആരും നാം ഇന്ന് കാണുന്നത് പോലെ ഒരു നബിദിനം ആഘോഷിച്ചുകൊണ്ട് പ്രവാചകനെ സ്നേഹിച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇവിടെ കൃത്യമായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട വിഷയം അതാണ്. എന്തുകൊണ്ടായിരിക്കും, നമ്മൾ ആലോചിക്കണം, എന്തുകൊണ്ടായിരിക്കും സ്വഹാബത്ത് അങ്ങേയറ്റം നബിയെ സ്നേഹിച്ചിട്ടും എന്തേ അവർ നബി സ്നേഹത്തിൻ്റെ പേരിൽ, പ്രവാചക സ്നേഹത്തിൻ്റെ പേരിൽ എന്തുകൊണ്ടാണ് അവരുടെ ജീവിത കാലഘട്ടത്തിൽ ഒരിക്കലെങ്കിലും ഒരു പ്രവാചകൻ്റെ ജന്മദിനം ആഘോഷിക്കാത്തത്? എന്തുകൊണ്ട്? വിശ്വാസികൾ ആലോചിക്കേണ്ടതല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിച്ചു എന്നുള്ളതിൽ സംഘടനാ പക്ഷപാതിത്വമില്ലാതെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. സ്വഹാബത്തിനൊക്കെ അങ്ങേയറ്റത്തെ സ്നേഹമായിരുന്നു. പക്ഷേ അവരുടെ ജീവിതത്തിൽ എവിടെയും ഈ നബിദിനം ആഘോഷം കാണുന്നില്ല. ഇന്ന് നമ്മൾ കാണുന്നത് പോലെയുള്ള ഘോഷയാത്രകൾ കാണുന്നില്ല. ഇന്ന് നമ്മൾ പള്ളികൾ ദീപാലങ്കൃതമാക്കുന്നത് പോലെ ദീപാലങ്കൃതമായ മസ്ജിദുകളെ അന്നത്തെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്തേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അവർക്ക് നബിയോട് നമുക്കുള്ള അത്ര സ്നേഹമില്ലായിരുന്നു എന്നാണോ? നഅൂദു ബില്ലാഹ്. അല്ല, അവർക്കുണ്ട് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. പിൽക്കാലത്തുള്ളവരെക്കാളൊക്കെ അങ്ങേയറ്റം നബിയെ സ്നേഹിച്ചവരായിരുന്നു എന്ന് നമുക്കറിയാം. പിന്നെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അവർക്ക് അവരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഒരു ആഘോഷ പരിപാടികൾ അവർ അതിന് തയ്യാറായിട്ടില്ല എങ്കിൽ ഇത് നബി സ്നേഹത്തിൽപ്പെട്ടതല്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇതാണ് വളരെ കൃത്യമായി കൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. സഹോദരങ്ങളെ, അവർക്ക് ഈ ഒരു ദിവസം അതല്ലെങ്കിൽ ഈ ഒരു മാസം ആഘോഷത്തിൻ്റെ മാസമാക്കാതിരിക്കാൻ, ഈ രൂപത്തിലുള്ള ആഘോഷത്തിൻ്റെ ദിനങ്ങളാക്കാതിരിക്കാൻ അവർക്ക് പല കാരണങ്ങളുമുണ്ട്. അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഉത്തമ നൂറ്റാണ്ടുകളിൽപ്പെട്ട അവരാഘോഷിക്കാത്തതിനുള്ള കാരണം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇത് അള്ളാഹുവിൻ്റെ മതമാണ്.
ഞാൻ ആമുഖമായി ഓതിവെച്ച സൂറത്ത് മാഇദയിലെ 3-ാമത്തെ വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹജ്ജത്തുൽ വദാഇൽ സ്വഹാബത്തിന് ഓതി കൽപ്പിച്ച വചനമാണിത്. ഇന്നേ ദിവസം നിങ്ങൾക്കിതാ നിങ്ങളുടെ മതം ഇസ്ലാം മതമായി തൃപ്തിപ്പെട്ട് ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. ഇനിയൊരു പ്രവാചകന്റെ ആവശ്യമില്ലാത്ത രൂപത്തിൽ, ഇനിയൊരു വേദഗ്രന്ഥത്തിന്റെ ആവശ്യമില്ലാത്ത രൂപത്തിൽ, ഇനി എന്തെങ്കിലും ഒന്ന് കൂട്ടുകയോ ഈ മതത്തിലുള്ള എന്തെങ്കിലും ഒന്ന് എടുത്തു കളയുകയോ കുറയ്ക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ലാത്ത രൂപത്തിൽ അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്ന് നിങ്ങളുടെ ദീൻ കാമിലാക്കി തന്നിരിക്കുന്നു, പൂർത്തിയാക്കി തന്നിരിക്കുന്നു. ഇത് പൂർത്തീകരിക്കപ്പെട്ട മതമാണ്, വഹിയിലൂടെ പൂർത്തീകരിക്കപ്പെട്ട മതം. ഈ മതത്തിലേക്ക് ഇനി എന്തെങ്കിലും ഒന്ന് കൂട്ടിച്ചേർക്കേണ്ടതുണ്ടോ? ഇല്ല. ഇനി എന്തെങ്കിലും ഒന്ന് എടുത്തു കളയേണ്ടതുണ്ടോ? ഇതൊക്കെ അന്നത്തെ അറബികൾക്ക് 6-ാം നൂറ്റാണ്ടിലെ ആ അറേബ്യയിലുള്ള ആളുകൾക്ക്, അതുകൊണ്ട് നമ്മൾ 21-ാം നൂറ്റാണ്ടിൽ നമുക്കിത് യോജിച്ചതല്ല. ഏതെങ്കിലും ചിലത് എടുത്തു മാറ്റേണ്ടതുണ്ടോ? ഇല്ല. സർവകാലികമായി എല്ലാ കാലത്തേക്കും പ്രസക്തമായ മതമാണിത്. കാരണം ഇത് മനുഷ്യരെ സൃഷ്ടിച്ച, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച റഹ്മാനായ റബ്ബ് വഹീ മുഖേന പൂർത്തീകരിച്ച മതമാണ്. അതുകൊണ്ട് തന്നെ ഇമാം മാലിക് റഹിമഹുല്ലാ വളരെ കൃത്യമായി കൊണ്ട് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഫമാലം യകുൻ യൗമഇദിൻ ദീനൻ ലാ യകൂനുൽ യൗമ ദീന. എന്താ ഇമാം മാലിക് പറയുന്നത് എന്തറിയോ? അന്ന് ദീനല്ലാത്ത ഒന്ന് ഇന്ന് ദീനാവുകയില്ല. അടിവരയിട്ട് ഞാൻ നിങ്ങളും മനസ്സിലാക്കണം. എന്തുകൊണ്ടാ നബിദിനം ആഘോഷിക്കാത്തത്? എന്തുകൊണ്ടാ നബിദിനം ആഘോഷിച്ചുകൂടാ എന്ന് പറയുന്നത്? ഇതെങ്കിലും എന്തെങ്കിലും തർക്കത്തിന്റെ പ്രശ്നമാണോ? ഏതെങ്കിലും രൂപത്തിൽ പരസ്പരം പഴിചാരുന്ന വിഷയമാണോ? അല്ല. ഫമാലം യകുൻ യൗമഇദിൻ ദീന ലാ യകൂനു അൽ യൗമ ദീന. അന്ന് ദീനല്ലാത്ത ഒന്ന്, അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത ഒന്ന് ഇന്ന് മതമാവുകയില്ല. ഇന്ന് മതത്തിന്റെ പേരിൽ ആഘോഷമായി കൊണ്ടാടാൻ പാടില്ല. വലാ യസ്ലുഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലഹ ബിഹി അവ്വലുഹാ. നമ്മുടെ മുൻഗാമികൾ എപ്രകാരമാണോ നന്നായിട്ടുള്ളത്, അവർ നന്നായ കാര്യങ്ങളെ കൊണ്ടല്ലാതെ അവസാനത്തെ ആളുകൾക്കും നന്നാവാൻ സാധിക്കില്ല. അവരെങ്ങനെയാ നന്നായത്? ഹദീസുകൾ സ്വീകരിച്ചുകൊണ്ട്, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ സ്വീകരിച്ചുകൊണ്ട്. ഇങ്ങനെയാണ് നന്നായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മതത്തിലേക്ക് ഇനിയൊന്നും കൂട്ടിച്ചേർക്കാൻ പാടില്ല എന്നുള്ളതാ. മൗലിദ് ആഘോഷിക്കുന്നവർ വരെ പാടി പറയാറുള്ളത് എന്താ? മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. അത് മുമ്പ് പതിവില്ല, അത് 300. ഏതാണ് 300? ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് എൻ്റെ നൂറ്റാണ്ടാണ്, ഞാൻ ജീവിച്ചിരിക്കുന്ന നൂറ്റാണ്ടാണ്. അതിനുശേഷം തൊട്ടടുത്ത നൂറ്റാണ്ട് സഹാബാക്കൾ, താബിഉകൾ, തബഉ താബികൾ, അവർ ഉൾക്കൊള്ളുന്ന നൂറ്റാണ്ട്. അവരുടെ കാലഘട്ടത്തിലൊന്നുമില്ല, അത് പിന്നെ വന്നതാ എന്നാണ്. അതെ, അതുകൊണ്ടാ ഇമാം മാലിക് റഹ്മഹുല്ല പറഞ്ഞത് അന്നില്ലാത്ത ഒന്ന് ഇന്ന് ദീനാവുകയില്ല. സഹോദരങ്ങളെ, നമ്മളും പരിശോധിക്കേണ്ടതാ. അന്നില്ലാത്തത് ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമുണ്ടോ? തീർന്നില്ല. ഇതിന്റെ ഗൗരവം ഇമാം മാലിക് റഹിമഹുല്ല തന്നെ വിശദീകരിക്കുന്നു. പലരും പറയലെന്താ? ശരിയാണ്, നബിന്റെ കാലത്തൊന്നുമില്ല, എന്നാലും നല്ലതല്ലേ? നബിന്റെ കാലത്തില്ല എന്നൊക്കെ ഞങ്ങൾക്കും അറിയാം. ഹദീസുകൾ നോക്കിയാൽ കാണൂല, ആയത്തുകൾ പരിശോധിച്ചാൽ കാണൂല, സഹാബത്തിന്റെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ കാണൂല, എന്നാലും നല്ലതല്ലേ? ഇമാം മാലിക് റഹിമഹുല്ലാ പറയുന്നു, ഈ ഇസ്ലാം മതത്തിലേക്ക്, അല്ലാഹു പൂർത്തീകരിച്ച മതത്തിലേക്ക് ഒരു കാര്യം ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നു എന്നിട്ട് അയാൾ പറയുന്നത് ഇത് നല്ലതല്ലേ എന്നാണ്. ഇതിന്റെ ഗൗരവം, ഈ വാക്കിന്റെ ഗൗരവം ഇമാം മാലിക് റഹിമഹുല്ലാ പറയുന്നു. എന്നാൽ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രബോധനത്തിൽ വഞ്ചന കാണിച്ചിരിക്കുന്നു എന്നാണ് അയാൾ പ്രഖ്യാപിക്കുന്നത് എന്ന് ഇമാം മാലിക് റഹിമഹുല്ലാ. എത്ര ഗൗരവമുള്ള വിഷയമാണ്! എന്താ കാരണം?
എന്താണ് കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു ലൈസ ശൈഉൻ യുഖർരിബുക്കും ഇലൽ ജന്നതി ഇല്ലാ ഖദ് അമർതുക്കും ബിഹി വലൈസ ശൈഉൻ യുഖർരിബുക്കും ഇലൻ നാർ ഇല്ലാ ഖദ് നഹൈതുക്കും അൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളെ, നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്ന സർവ്വ നന്മകളും ഇല്ലാ ഖദ് അമർതുക്കും ബി, ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടാണ് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്നത്. എല്ലാ നന്മകളും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു പുത്തൻവാദം കൊണ്ടുവന്നു, ഒരു പുതുനിർമ്മിതി കൊണ്ടുവന്നു, ഒരു ആഘോഷം പുതുതായി കൊണ്ടുവന്നു. എന്നിട്ട് ഞാൻ പറയാ ഇത് നല്ലതാണെന്ന്. പരോക്ഷമായി ഞാൻ വാദിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെന്താ? എല്ലാ നന്മകളും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന സർവ്വതും പഠിപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നതെന്താ. പക്ഷേ ഞാൻ പറയുന്നു, ഈ നന്മ അത് നബി പഠിപ്പിച്ചിട്ടില്ല, അത് നബിക്ക് പരിചയമില്ല. അത് 3 നൂറ്റാണ്ടിന് ശേഷം വന്ന ചില ആളുകൾക്കാണ് മനസ്സിലായിട്ടുള്ളത്. അത് നമ്മുടെ ചില ഉസ്താദുമാർക്കും ശൈഖുമാർക്കുമാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇത് നല്ലതാണെന്ന് പറഞ്ഞാൽ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാനത്ത് വരുത്തിയിരിക്കുന്നു, വഞ്ചന കാണിച്ചിരിക്കുന്നു പ്രബോധനത്തിൽ എന്നാണ് അയാൾ പ്രഖ്യാപിക്കുന്നത് എന്ന. എത്ര ഗൗരവമുള്ള വിഷയമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, മൻ അഹദസ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ ഫീഹി ഫഹുവ റദ്ദുൻ. ഈ മതത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യൊപ്പില്ലാത്ത, പ്രവാചകന് പരിചയമില്ലാത്ത, വഹീ മുഖേന അവതരിപ്പിക്കപ്പെട്ട ഈ മതത്തിൽ പ്രവാചകൻ പഠിപ്പിക്കാത്ത എന്തെങ്കിലും ഒന്ന് ആരെങ്കിലും കൂട്ടിച്ചേർത്താൽ ഫഹുവ റദ്ദുൻ, അത് തള്ളിക്കളയണം, അത് എടുക്കാൻ പാടില്ല, അത് വിശ്വാസികൾക്ക് എടുക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. എത്ര ഗൗരവമുള്ള വിഷയമാണ് സഹോദരങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഓരോ ഖുതുബയുടെ ആരംഭത്തിലും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ശർറൽ ഉമൂരി മുഹ്ദസാത്തുഹാ, ഏറ്റവും നികൃഷ്ടമായ നീചമായ കാര്യം മുഹ്ദസാത്തുഹാ, ഈ മതത്തിലേക്ക് കൊണ്ടുവരുന്ന പുത്തൻ കാര്യങ്ങളാണ്. അള്ളാഹുവിന്റെ പ്രവാചകന് പരിചയമില്ലാത്ത അത്തരം കാര്യങ്ങൾ ഈ മതത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്നതാണ് ഏറ്റവും മോശമായ കാര്യങ്ങൾ. മുഹ്ദസാത്തുഹാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ, അങ്ങനെ പുതുതായി കൂട്ടിച്ചേർക്കുന്നതെല്ലാം ബിദ്അ, അനാചാരമാണ്. വകുല്ലു ബിദ്അത്തിൻ ദലാല, ആ ബിദ്അത്തുകളൊക്കെ തന്നെ ദലാല, വഴിപിഴച്ചതാണ്. വകുല്ലു ദലാലത്തിൻ ഫിന്നാർ, ദലാലത്തൊക്കെ എങ്ങോട്ടുള്ളതാ? വഴിപിഴച്ചതൊക്കെ എങ്ങോട്ടുള്ളതാ? ഫിന്നാർ, നരകത്തിലേക്കാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം 4 ആൾ കൂടുന്നിടത്ത് വെച്ചുകൊണ്ട് ഏതെങ്കിലും രൂപത്തിലുള്ള ഈ രൂപത്തിലൊരു സംസാരം സംസാരിക്കുന്നുണ്ടെങ്കിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാചകങ്ങൾ ആവർത്തിക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പഠിപ്പിക്കാറുണ്ടായിരുന്നു സഹാബത്തിനെ. എപ്പോഴാണ് ഇത് പഠിപ്പിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടൊപ്പം ജീവിച്ചിരിക്കുമ്പോൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അക്കാലഘട്ടത്തിൽ ഒരു ബിദ്അത്തുമില്ലാത്ത സന്ദർഭത്തിൽ ഇനി എങ്ങാനും ഏതെങ്കിലും ഒരു ബിദ്അത്ത് അവരിൽ കണ്ടാൽ, മജ്ജയോടെ മാംസത്തോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ ജീവിക്കുന്നു, അവർക്കത് തിരുത്തി കൊടുക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധ്യമാണ്. ആ സന്ദർഭത്തിൽ ഓരോ ഖുതുബകളുടെ, ഓരോ സംസാരങ്ങളുടെ ആരംഭത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് താക്കീത് നൽകുന്നു. എന്താ താക്കീത് നൽകുന്നത്? പാടില്ല, ബിദ്അത്ത് പാടില്ല എന്ന്. എത്രത്തോളം ഗൗരവമുണ്ടാകും ഈ വിഷയത്തിന് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഒന്നാമത്തെ വിഷയം ബിദ്അത്താണ്, നബിദിനം ബിദ്അത്താണ്, ഈ ആഘോഷങ്ങൾ ബിദ്അത്താണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് മാറി നിൽക്കണം. രണ്ടാമതായി ജൂത ക്രൈസ്തവരോടുള്ള സാദൃശ്യപ്പെടലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തെക്കുറിച്ച് വളരെ ഗൗരവത്തോട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മൾ പരിശോധിച്ചാൽ അറിയാം, ഈ ആഘോഷങ്ങൾ, ഈ ജന്മദിനാഘോഷങ്ങൾ, ഇതിൻ്റെ ആവിർഭാവം, ഇതിൻ്റെ തുടക്കം പരിശോധിച്ചാൽ ചെന്നെത്തുന്നത് ജൂത ക്രൈസ്തവ മതങ്ങളിലേക്കാണ്. അവരിലെ ക്രൈസ്തവ മതത്തിലേക്ക് നമുക്കറിയാം, അവരുടെ മതാരാധ്യൻ എന്ന് അവർ പഠിപ്പിക്കപ്പെടുന്ന മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം, അവർ പറയുന്ന യേശു, അവരുടെ ആ പ്രവാചകന്റെ ജന്മദിനം അവരങ്ങേയറ്റം സ്നേഹിച്ചുകൊണ്ട് ആഘോഷിക്കുന്നു. ക്രിസ്മസ് ആയിട്ട് അവരാഘോഷിക്കുന്നു.
അവരുടെ പാരമ്പര്യമാണ് ഇത്തരത്തിലുള്ള ജന്മദിനം ആഘോഷിക്കൽ എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് അവരുടെ പാരമ്പര്യം അനുകരിച്ചുകൊണ്ടാണ് നമ്മളും നമുക്ക് നമ്മുടെ നബിയുടെ ജന്മദിനം ആഘോഷിച്ചാൽ എന്നുള്ള ചോദ്യത്തോടുകൂടെ ഇത്തരം ആഘോഷങ്ങളിലേക്ക് പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഏതെങ്കിലും സമുദായത്തോട് സാദൃശ്യപ്പെട്ടുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ആരെങ്കിലും ഏർപ്പെട്ടാൽ അവരിൽ പെട്ടവരാണ് എന്ന് അതിന്റെ ഗൗരവം സൂചിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. പരിശോധിക്കണം. ശ്രീകൃഷ്ണ ജയന്തി പോലെയുള്ള സന്ദർഭങ്ങളിൽ ഉണ്ണി കൃഷ്ണനെയും അതുപോലെ തന്നെ ഉണ്ണി യേശുവിനെയും ഒക്കെ നയിക്കുന്നത് പോലെ ഘോഷയാത്രയിൽ പ്രദർശിപ്പിക്കപ്പെടുന്നത് പോലെ ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും ഉണ്ണി മുഹമ്മദിന്റെ രൂപം, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്തരത്തിലുള്ള രൂപമുള്ള കുട്ടികളാണെന്ന് പറഞ്ഞുകൊണ്ട് അത്തരം കുട്ടികളെ ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തുമൊക്കെ ഘോഷയാത്രകളിൽ പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ ആരുടെ പാതയാണ് ഈ പിൻപറ്റുന്നത് എന്ന് നമ്മൾ പരിശോധിക്കണം. അത്തരം ഘോഷയാത്രകൾ ആരുടെ പാതയാണ് എന്ന് നമ്മൾ പരിശോധിക്കണം. ഇന്ന് നമ്മൾ കാണുന്ന പള്ളികളൊക്കെ ദീപാലങ്കൃതമാക്കുന്നത്, ദേവാലയങ്ങൾ, ചർച്ചുകൾ, ക്രിസ്ത്യൻ ചർച്ചുകളൊക്കെ അത്തരം ദീപാലങ്കൃതമാക്കുന്നത് പോലെ, അവരുടെ ആഘോഷവേളകളിൽ അവർ ദീപാലങ്കൃതമാക്കുന്നത് പോലെ നമ്മുടെ പള്ളികളും ദീപാലങ്കൃതമാക്കുന്നുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, ഇത് ആരുടെ മാതൃകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തിട്ടുണ്ട്, ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ സമുദായം അവർ മുൻകഴിഞ്ഞു പോയ വിഭാഗങ്ങളെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റുക തന്നെ ചെയ്യും. ഹത്താ ലൗ ദഖലു ജുഹ്റ ദുബ്ബിൻ ലതബിഅതുമുഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരുടെ ഒരു യാത്രക്കിടെ ഒരു ഉടുമ്പിന്റെ മാളത്തിലേക്ക് വളരെ പണിപ്പെട്ടുകൊണ്ട് അവർ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അവിടം വരെ പ്രവേശിക്കും എൻ്റെ സമുദായം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹാബത്ത് ഇത് കേട്ടപ്പോൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അൽ യഹൂദു വന്നസ്വാറ, ആരുടെ മാതൃക പിൻപറ്റുമെന്നാണ് അങ്ങ് പറയുന്നത്? ജൂതന്മാരുടെയും നസാറാക്കളെയും യഹൂദികളുടെയും ക്രൈസ്തവരുടെയും മാതൃക പിൻപറ്റുമെന്നാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചൊരു ചോദ്യം, ഫമൻ, മറ്റാരുടെ മാർഗത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു. വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മൾ പരിശോധിക്കണം, ഈ ആഘോഷവും ഇത്തരം പ്രോഗ്രാമുകളുമൊക്കെ സംഘടിപ്പിക്കുന്നത് ആരിൽ നിന്ന് കടമെടുക്കുന്നതാണ്, ആരിൽ നിന്ന് വന്നതാണ് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് മഹാന്മാരായ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മുൻഗാമികളായ ആളുകൾക്ക് പരിചയമില്ലാത്തതാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിചയമില്ല. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേ അറ്റം സ്നേഹിച്ച, നാം സൂചിപ്പിച്ചതുപോലെ ജീവൻ കൊടുത്തും സ്നേഹിച്ച ആ സ്വഹാബത്തിന് പരിചയമില്ല. ആ സ്വഹാബത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഉത്തമ നൂറ്റാണ്ടുകാരെന്ന് പഠിപ്പിച്ച താബിഈകൾ, തബഉ താബിഈകൾ, അവരിലൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്തിനേറെ ഞങ്ങൾ ശാഫിഈ മദ്ഹബിന്റെ ആളുകളാ, ഞങ്ങൾ മാലിക്കി മദ്ഹബിന്റെ ആളുകളാ, ഞങ്ങൾ ഹനഫി മദ്ഹബിന്റെ ആളുകളാ എന്നൊക്കെ പറയുന്നവരാണല്ലോ ഇത്തരം ആഘോഷങ്ങളുമായി നടക്കുന്നത്. എന്നാൽ അവരുടെ ആരുടെയെങ്കിലും ഗ്രന്ഥങ്ങളിൽ, ഇമാം ഷാഫിഈയുടെയോ ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെയോ ഇമാം അബൂ ഹനീഫയുടെയോ ഏതെങ്കിലും ഒരു ഇമാമിന്റെ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ ഒരു അരവരി ഈ വിഷയത്തിൽ, നബിദിനമാഘോഷത്തിന്റെ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമോ? ഇല്ല. അവരുടെ കാലഘട്ടത്തിൽ ഈ ചർച്ച പോലുമില്ല. ഈ വിഷയം പോലും അവരുടെ കാലഘട്ടത്തിലില്ല. അവർക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കടന്നു വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശാഫിഈ മദ്ഹബിലെ പ്രമുഖ പണ്ഡിതനായ ഹാഫിദ് ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തോടുള്ള ഒരു ചോദ്യത്തിന് മറുപടിയായി കൊണ്ട് അദ്ദേഹം പറഞ്ഞു, അസ്ലു അമലിൽ മൗലിദി ബിദ്അ. ഈ മൗലിദാഘോഷത്തിന്റെ അടിസ്ഥാനം, അസ്ൽ ബിദ്അത്തിന്, അത് പുത്തനാചാരമാണ്, അത് ബിദ്അത്താണ്. ലം തുൻഖൽ അൻ അഹദിൻ മിനസ് സലഫി സ്വാലിഹി മിനൽ ഖുറൂനി സലാസ. ഉത്തമരെന്ന് പഠിപ്പിക്കപ്പെട്ട ആ 3 നൂറ്റാണ്ടിലെ ഒരു സലഫു സാലിഹികളിൽ നിന്നും, സഹാബാക്കളിൽ നിന്നോ താബിഈകളിൽ നിന്നോ തബഉ താബിഈകളിൽ നിന്നോ, ലം തുൻഖൽ അൻ അഹദിൻ, ഒരാളിൽ നിന്ന് പോലും
ഇവിഷേകമായി ഒന്നും തന്നെ വന്നു കിട്ടിയിട്ടില്ല എന്ന് ശാഫഈ മദ്ഹബിലെ പ്രമുഖ പണ്ഡിതന്മാർ പോലും അഇമ്മത്തുകൾ പോലും രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. എന്തേ നിങ്ങൾ ആഘോഷിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകനോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണ്, സ്നേഹമില്ലാത്തവരാണ് ആഘോഷിക്കാത്തവർ എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് അത്തരം അസ്ത്രമുനകൾ ചെന്നെത്തുന്നത് താബിഈകളിലേക്കാണ്, അഇമ്മത്തുകളിലേക്കാണ്, സ്വഹാബത്തുകളിലേക്കാണ്, മഹാന്മാരായ താബിഈകളിലേക്കും തബഉ താബിഈകളിലേക്കുമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല നബിദിനം ആഘോഷത്തിന്റെ പേരിൽ നടത്തപ്പെടുന്ന, അന്ന് ആലപിക്കപ്പെടുന്ന മൗലിദുകൾ പ്രവാചകന്റെ മദ്ഹാണ് എന്നാണ് പറയാറ്, പ്രവാചകനെ പ്രകീർത്തിക്കുകയാണ് എന്നാണ് പറയാറ്. പക്ഷേ അതിൻ്റെ വരികൾ ഇതൊന്നും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അറിവില്ലായ്മ കൊണ്ട് ചൊല്ലുന്നതാണ്. എത്രത്തോളം ഗൗരവമുള്ള വരികളാണ്. നബിയെ പുകഴ്ത്തുന്നു എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിലേക്ക് ഉയർത്തുന്ന, അള്ളാഹുവിന്റെ പല വിശേഷണങ്ങളും നൽകുന്ന വരികൾ നമുക്ക് മൗലിദിലൂടെ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറെ ഗൗരവത്തോടെയാണ് ഈ വിഷയങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ലാ തുത്റൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്നു മറിയം, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ നസാറാക്കൾ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്. നസാറാക്കൾക്ക് ഈസാ നബിയോട് വെറുപ്പ് കൊണ്ടല്ല അവർ പിഴച്ചു പോയിട്ടുള്ളത്, അവർ പിഴച്ചവരാണെന്ന് ഖുർആനും ഹദീസും നമ്മെ പഠിപ്പിക്കുന്നത്. മറിച്ച് എന്താ? ഈസാ നബിയോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം അത് അതിര് കവിഞ്ഞു. അവസാനം ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ദൈവപുത്രനാണെന്ന് വരെ വാദിക്കുന്നിടത്തേക്ക് സ്നേഹം അതിര് കവിഞ്ഞപ്പോ റസൂലുള്ള നമ്മെ വിലക്കി, എന്നെ നിങ്ങൾ അതുപോലെ പുകഴ്ത്തരുതേ. ഈസാ നബിയെ അവരുടെ അനുയായികൾ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുതേ. ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ മതി. നിങ്ങൾ എന്നെ കുറിച്ച് പറയേണ്ടത് എന്താ? അബ്ദുല്ലാ, ഞാൻ അല്ലാഹുവിന്റെ അബ്ദാണ്, അടിമയാണെന്നാ നിങ്ങൾ പറയേണ്ടത്. വറസൂലുഹു, അവന്റെ ദൂതനാണ്. ഇതാണ് നിങ്ങൾ എന്നെ പറ്റി പറയേണ്ടതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, ഇത്തരം സന്ദർഭങ്ങളിൽ ഒരൊറ്റ വരി മൗലിദിൽ നിന്ന് നമുക്ക് കേൾക്കാം. എത്രയോ വരികൾ, ഷിർക്കിന്റെ വരികൾ, ബിദ്അത്തിന്റെ വരികൾ, പ്രവാചകനോട് പ്രാർത്ഥിക്കുന്ന വരികൾ, അള്ളാഹുവിന് തുല്യനാക്കുന്ന വരികൾ, വളരെ ഗൗരവമുള്ള അപകടകരമായ ഒട്ടനവധി വരികൾ മൗലിദിൽ നമുക്ക് കാണാൻ കഴിയും. ശറഫൽ അനാം മൗലിദ് എന്ന് പറഞ്ഞ ആ മൗലിദ് ഗ്രന്ഥത്തിൽ നമുക്ക് കാണാം. അബ്ദുക്കൽ മിസ്കീനു യർജു ഫദ്ലക്കൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു വന്നി യാ ബശീറു യാ നദീർ. നബിയെ വിളിക്കുകയാണ്, മുന്നറിയിപ്പുകാരെ, താക്കീത് ചെയ്യുന്നവരെ എന്ന് വിളിച്ചുകൊണ്ട് നബിയോട് പറയുന്നു. ഫഅഗ്സ്നി വഅജിർനി യാ മുജീറു മിനസ് സഈരി യാ ഗിയാഫി യാ മലാദി ഫീ മുലിമ്മാത്തിൽ ഉമൂരി. എന്താ പറയുന്നത്? നബിയെ, അങ്ങയുടെ അടിമ അബ്ദുക്കൽ മിസ്കീൻ. അബ്ദ് എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാലോ. അബ്ദുക, നിങ്ങളുടെ അടിമയാണ് ഞാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാ, നബിയെ കുറിച്ച് നമ്മോട് പറയാൻ പറഞ്ഞത് എന്താ? ഫഖൂലു അബ്ദുല്ലാ, ഞാൻ അല്ലാഹുവിന്റെ അബ്ദാണെന്നാണ് നിങ്ങൾ എന്നെ പറ്റി പറയുന്നത്. ആ നബിയെ വിളിച്ചുകൊണ്ട് നമ്മിൽപ്പെട്ട പലരും പ്രാർത്ഥിക്കുന്നത് എന്താ? നബിയെ, അബ്ദുക്കൽ മിസ്കീനു യർജു, പാവപ്പെട്ട അങ്ങയുടെ അടിമ അങ്ങിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഫീക ഖദ് അഹ്സൻതു വന്നി യാ ബശീറു യാ നദീർ, ബശീറായവരെ, നദീറായവരെ, സന്തോഷ വാർത്ത അറിയിക്കുന്നവരെ, അതുപോലെ തന്നെ താക്കീത് നൽകുന്നവരെ, അങ്ങയുടെ മഹത്തായ ഔദാര്യം ഞാൻ അങ്ങയിൽ നിന്ന് ചോദിക്കുന്നു എന്ന് നബിയോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഫഅഗ്സ്നി വഅജിർനി യാ മുജീറു മിനസ് സഈരി. സഈർ നരകത്തിന്റെ പേരാണ്. ആ നരകത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്തുന്നവരെ ആരെയാ വിളിക്കുന്നത്? പ്രവാചകനെ വിളിച്ചുകൊണ്ട് ഫഅഗ്സ്നി, എന്നെ സഹായിക്കണേ എന്ന് നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന യാ ഗിയാതി യാ മലാദി ഫീ മുലിമ്മാത്തിൽ ഉമൂരി, ഒരുപാട് പ്രയാസങ്ങളിൽ നിന്നൊക്കെ സഹായിക്കുന്ന നബിയെ എന്ന് വിളിച്ചിട്ട് നബിയോട് പ്രാർത്ഥിക്കുന്ന ഒട്ടനവധി ഇതുപോലെയുള്ള വരികൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. സഹോദരങ്ങളെ, നമ്മൾ പരിശോധിക്കേണ്ടത് ഇതാണ്. ഇത്തരം അപകടകരമായ വരികൾ
നമ്മൾ കാണുമ്പോൾ ഇതൊന്നും സാധാരണക്കാരായ ആളുകൾക്കറിയില്ല. അവരൊക്കെ ധരിച്ചു വച്ചിരിക്കുന്നത് ഇത് നബി ആഘോഷിച്ചതാണ്, നബി പഠിപ്പിച്ചതാണ്, സഹാബത്തൊക്കെ അവരുടെ കാലഘട്ടത്തിലൊക്കെ ഉള്ളതാണ്. ഈ പറയുന്ന ഈ ചൊല്ലുന്ന അറബി ഗദ്യങ്ങളും പദ്യങ്ങളും ഒക്കെ മിശ്രിതമായ മൗലിദിന്റെ വരികളിൽ പ്രവാചകനെ പുകഴ്ത്തുകയാണ് എന്നൊക്കെയാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് അപകടകരമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ആഘോഷിക്കാത്തതെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മോട് പറയേണ്ടതും മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതും പ്രവാചകനോട് സ്നേഹമില്ലാത്തതിന്റെ പേരിലല്ല, മറിച്ച് ആ പ്രവാചകനെ സ്നേഹിക്കുന്നതിന്റെ പേരിലാണ്, ആ പ്രവാചകനെ അനുധാവനം ചെയ്യുന്നതിന്റെ പേരിലാണ്, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പകർത്തുന്നതിന്റെ പേരിലാണ് ഇത്തരം ബിദ്അത്തുകളിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്ന്, പ്രവാചകന് പരിചയമില്ലാത്ത ഇത്തരം ആഘോഷങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പകർത്തുന്ന യഥാർത്ഥ മുത്തബിഉസ്സുന്നകളായി അങ്ങേയറ്റം പ്രവാചകനെ സ്നേഹിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.